അവൻ്റെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് സ്കൂളിലൊക്കെ പോയിരുന്നതും അവൻ്റെ ഫാദറിൻ്റെ സ്ഥാനത്ത് ഞാനാണ് ഒപ്പിടാറുണ്ടായിരുന്നത്. ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കാറ് മറിഞ്ഞ് അത് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു എല്ലാവരും. നിങ്ങളുടെ ഫാമിലിയിലെ പഹൽഷേൻ എനിക്കറിയാം, ഞാൻ വളരെ പണ്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. അതെന്തായിരുന്നു ശരിക്കും സംഭവം? ചേട്ടനേക്കാളൊരു അച്ഛനെ പോലെയാണ് ഹുമയൂൺ, എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ്. അതെ, അവൻ്റെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് സ്കൂളിലൊക്കെ പോയിരുന്നതും അവൻ്റെ ഫാദറിൻ്റെ സ്ഥാനത്ത് ഞാനാണ് ഒപ്പിടാറുണ്ടായിരുന്നത്. അവന് ആക്ച്വലി ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഇടുക്കിയിൽ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ ബോക്സിംഗ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് അവന് ഫൈനലിൽ തോറ്റു. നോക്കൗട്ടായിരുന്നു. ബോക്സിങ്ങിൽ നോക്കൗട്ടായത്. പിന്നെ അന്നത്തെ കാലം നോമ്പും കൂടെ ആയിരുന്നു. നോമ്പുള്ളത് കൊണ്ട് പുലർച്ചെ അവൻ അവിടുന്ന് കാർ ഓടിച്ച് അവനും അവൻ്റെ കോച്ചും കൂടെ കാറിൽ വരികയായിരുന്നു. അങ്ങനെ കോഴിക്കോട് അന്ന് ബൈപ്പാസിൽ വെച്ചിട്ട് ഉറങ്ങിപ്പോയി. പുലർച്ചയായിരുന്നു. അവൻ അത്താഴം രാത്രി നമ്മൾ ഈ നോമ്പിന് അത്താഴം കഴിക്കുമല്ലോ. അപ്പോൾ വഴിയിൽ നിന്ന് വളാഞ്ചേരി അവിടെ എത്തിയപ്പം അത്താഴം കഴിച്ചു. അവിടുന്ന് വഴിയിൽ നിന്ന് എവിടുന്നോ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കാറ് മറിഞ്ഞ് അങ്ങനെ C7 ഇഞ്ചറി, ചെസ്റ്റിൻ്റെ താഴത്തോട്ട് സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു എല്ലാവരും. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. പക്ഷെ അവൻ സ്കൈ ഡൈവ് ചെയ്തു, സ്കൂബ ഡൈവ് ചെയ്തു. അവൻ പോകാത്ത രാജ്യങ്ങളില്ല. അവന് സ്വന്തമായിട്ട് കാർ ഓടിക്കും. കയ്യിൽ അതിനുള്ള അവനാണ് എക്സാം ഇപ്പോൾ പുതിയത് എടുത്തത്. ആ ഒരു കോൺഫിഡൻസ് നമ്മളൊക്കെ അവിടുന്ന് അവനെ നോക്കി പഠിക്കണം. ഒരു ഡിപ്രസ്ഡ് ആകാതെ ലൈഫിൽ മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല.